നിന്നെയും നിന്റെ പുത്രനെയും ഭീഷണിപ്പെടുത്തുന്ന ആ അഗ്നിയെക്കുറിച്ച് ഇനി നീ ഭയപ്പെടേണ്ട. അതിനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. തന്റെ മായാശക്തിയിലൂടെ കൃഷ്ണൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ജ്വലിക്കുന്ന അസ്ത്രം ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാൻ അകത്ത് കടന്നപ്പോൾ കൃഷ്ണൻ തന്റെ ദിവ്യരൂപത്തിൽ അസ്ത്രത്തിനും ജീവനും ഇടയിൽ നിന്നു. അദ്ദേഹം അസ്ത്രത്തോട് പോരാടി. ഒടുവിൽ അതിന്റെ ശക്തിയെ അടക്കി ശമിപ്പിച്ചു. ഗർഭത്തിലിരിക്കെ ആ ശിശു ഒരു തിളങ്ങുന്ന രൂപം കണ്ടു. അതിൽ നിന്നു തീ പുറപ്പെടുന്നത് പോലെ തോന്നി. ആ തീ തന്നെ ദഹിപ്പിക്കുകയാണെന്ന് ശിശുവിന് തോന്നി. അപ്പോൾ ശിശു മറ്റൊരു രൂപം കണ്ടു. ഒരു തള്ളവിരലിനേക്കാൾ വലുതല്ലാത്ത അതീവ സുന്ദരനായ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ പൊൻകിരീടമുണ്ടായിരുന്നു. മേഘങ്ങളെപ്പോലെ നീല നിറത്തിലുള്ള ദീപ്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പരന്നു. മിന്നലിന്റെ നിറത്തിലുള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. 4 ദീർഘഭുജങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവയിൽ മനോഹരമായ വളകൾ അലങ്കരിച്ചിരുന്നു. പൊന്നുപോലെ ജ്വലിക്കുന്ന കുന്തലങ്ങൾ അദ്ദേഹത്തിന്റെ ചെവികളിലുണ്ടായിരുന്നു. കോപത്തോടെ ചുവന്നിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദിവ്യപ്രകാശം പകരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ തീ ചീറ്റുന്ന ഗദയുണ്ടായിരുന്നു. അദ്ദേഹം ശിശുവിനെ ചുറ്റി കറങ്ങിക്കൊണ്ട് അസ്ത്രത്തെയും അതിന്റെ അഗ്നിയെയും അകലെ നിർത്തി.